ഹലോ ഗെയ്സ്, നമുക്കിന്നൊരു വെണ്ടയ്ക്ക മസാല ആയാലോ. ആദ്യമായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇടാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് കുറച്ച് ഉള്ളി, ഉള്ളി ഒന്ന് വാടി വരട്ടെ. ഉള്ളി വെന്തോന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഉള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക ആഡ് ചെയ്യാം. വെണ്ടയ്ക്ക ഒന്ന് വഴണ്ട് വരട്ടെ. നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമുക്ക് വെണ്ടയ്ക്ക വെന്തോന്ന് നോക്കാം. വെണ്ടയ്ക്ക ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഈ വെണ്ടയ്ക്കയിലൊരു വിഴുവിഴുപ്പുള്ളതുകൊണ്ടാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് കുറച്ച് മസാലാസ് ആഡ് ചെയ്യണം. അതായത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരൽപ്പം കുരുമുളക് പൊടി. അത് വേണമെങ്കിൽ മാത്രം സ്കിപ്പ് ചെയ്യാം, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഒരൽപ്പം മതി കുരുമുളക് പൊടി. എരി കൂടിപ്പോയാലോ. പിന്നെ ഒരൽപ്പം ഗരം മസാല, ഇത്രയ്ക്ക് ഗരം മസാല പോട്ട്, എന്നിട്ടിത് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്കൊരു എഗ്ഗ്, ഞാനിവിടെ ഒരു എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്യണം. മസാലയും എഗ്ഗും ആഡ് ചെയ്ത് കുറച്ച് അടച്ച് വെച്ച് 2 മിനിറ്റ് ആയി. ഇനി നമുക്ക് തുറന്ന് നോക്കാം ഫൈനൽ എങ്ങനെയാണെന്ന്. ഓക്കെ, ഇത് റെഡി ആയി കഴിഞ്ഞു. ഞങ്ങൾക്ക് തീ ഓഫ് ചെയ്യും. അപ്പോൾ വെണ്ടയ്ക്ക മസാലയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. കാരണം വളരെ ടേസ്റ്റിയാണ്. വെണ്ടയ്ക്കയിലൊരു വഴുവഴുപ്പുള്ളത് കാരണമാണ് പലർക്കും അത് ഇഷ്ടമല്ലാത്തത്. പക്ഷെ നിങ്ങളിങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, വളരെ ടേസ്റ്റിയാണ്. ആ വഴുവഴുപ്പൊന്നും കാണത്തുമില്ല, ടേസ്റ്റുമാണ്. പിന്നെ വെണ്ടയ്ക്ക കഴിക്കുന്നത് നമ്മളെപ്പോലെ സ്ത്രീകൾക്ക് നല്ലതാണ്. കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ 30+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ കൊളാജൻ നമ്മുടെ ബോഡിയിൽ കുറയും. അപ്പോൾ നമുക്ക് റിങ്കിൾസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ റിങ്കിൾസൊക്കെ അവോയ്ഡ് ചെയ്യാനും കൊളാജൻ സപ്ലിമെൻ്റ് എടുക്കാതെ തന്നെ കൊളാജൻ നമ്മുടെ ശരീരത്തിലേക്ക്
കൂട്ടാനും വേണ്ടിയിട്ടുള്ള സൂപ്പർ മാർഗ്ഗമാണ് ഈ വെണ്ടയ്ക്ക. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ.